ഹായ് ഡിയർ ലോ ആസ്പിരൻസ്, ലോമിനൻസ് ജോബ് സെക്യൂരിറ്റിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്ന ഒരു ഡിസ്കഷനാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത് പ്രോപ്പറായിട്ട് ഒരു ക്ലീ പോലെ ഒരു മത്സര പരീക്ഷയ്ക്ക്, ക്ലീ എന്ന് മാത്രമല്ല, ക്ലീ ആണെങ്കിലും കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ LLB പരീക്ഷയാണെങ്കിലും മറ്റ് സംഭവിക്കാൻ പോകുന്ന LLB മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ഒരാൾക്ക് ഏതൊക്കെ സ്റ്റഡി മെറ്റീരിയലുകളാണ് അയാളുടെ കൈവശം വേണ്ടത്, എന്തൊക്കെയാണ് അയാൾ റെഫർ ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് അയാൾ ശ്രദ്ധിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചിട്ടാണ്. കാര്യം, ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ പ്രോപ്പർ അല്ലാതെ നമുക്കൊരു എക്സാം പ്രിപ്പയർ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടാവുന്ന ഒരു സ്കോർ വളരെ കുറവായിരിക്കും. എന്നാൽ ഒരു ഓർഗനൈസ്ഡ് പ്രിപ്പറേഷൻ ഉണ്ടെങ്കിൽ, കൃത്യമായ സ്റ്റഡി മെറ്റീരിയലുടെ അടിസ്ഥാനത്തിൽ ഒരു പ്രിപ്പറേഷൻ ഉണ്ടെങ്കിൽ അത് നിങ്ങളെ വലിയൊരു സ്കോറിലേക്ക് എത്തിക്കാൻ നന്നായിട്ട് നിങ്ങളെ സഹായിക്കും. അത്തരത്തിൽ എന്തൊക്കെ സ്റ്റഡി മെറ്റീരിയലുകളാണ് നിങ്ങൾ റെഫർ ചെയ്യേണ്ടതും, ഏതൊക്കെ മെറ്റീരിയലുകളാണ് നിങ്ങൾ നോക്കേണ്ടത്, ഏതൊക്കെ വെബ്സൈറ്റുകളും മറ്റ് സ്ഥലങ്ങളാണ് നിങ്ങൾ നോക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് സംവദിക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ലോമിനൻസ് ജോബ് സെക്യൂരിറ്റിയുടെ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻസിനായിട്ട് ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. ഞങ്ങൾ ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കോണ്ടൻറ്റുകൾ ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ ഷെയർ ചെയ്യുന്നുണ്ട്. ക്വസ്റ്റ്യൻ ഡേ സീരീസ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ദിവസങ്ങളിൽ മുൻ വർഷത്തെ ചോദ്യങ്ങൾ അവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അത് ലഭിക്കുന്നതിനായിട്ട് ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിലും ഒന്ന് ഫോളോ ചെയ്തേക്കുക. സോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഏതൊരു ആസ്പിരൻറ്റും ഒരു എക്സാമിനേഷന് പ്രിപ്പയർ ചെയ്യുമ്പോൾ അയാൾക്കൊരു മേജർ സ്റ്റഡി മെറ്റീരിയൽ വേണം. ഒരുപാട് മൈനർ സ്റ്റഡി മെറ്റീരിയലുകളും വെബ്സൈറ്റ് റെഫറൻസുകളൊക്കെ നമുക്കുണ്ടാവും. പക്ഷേ എന്നാലും ഒരു മെയിൻ സ്റ്റഡി മെറ്റീരിയൽ വേണം. സിലബസിനെ കുറിച്ച് കൃത്യമായ ധാരണയുള്ള, സിലബസ് എന്ത് എന്ന് പറഞ്ഞു തരുന്ന, സിലബസിൽ വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു പ്രോപ്പർ സ്റ്റഡി മെറ്റീരിയൽ, അതായത് പ്രൈം സ്റ്റഡി മെറ്റീരിയൽ. അത് എല്ലാ ആസ്പിരൻറ്റിനും നിർബന്ധമാണ്. പ്രത്യേകിച്ച് സെൽഫ് പ്രിപ്പറേഷൻ ചെയ്യുന്ന ഒരാൾക്ക് അത് വളരെ നിർബന്ധമാണ്. അത്തരത്തിൽ നമ്മളെപ്പോഴും ഡിപ്പെൻഡ് ചെയ്യേണ്ടത് ഒരു ഗൈഡിനെയാണ്. ഒരു ഗൈഡ് ഉണ്ടെങ്കിൽ, കാര്യം ഗൈഡിൽ നിങ്ങൾക്ക് തിയറി നോട്ടുകൾ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ തിയറി വായിക്കുമ്പോൾ നിങ്ങൾക്ക് തിയറിയിൽ ക്ലാരിറ്റി കിട്ടും. എന്നാൽ അതേ ഗൈഡിൽ തന്നെ ചോദ്യങ്ങളുണ്ടാവും. അപ്പോൾ ആ ചോദ്യങ്ങൾ ചെയ്യുമ്പോൾ ഈ തിയറിയെ എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ചോദ്യങ്ങൾക്ക് നിങ്ങൾ നൽകിയ ഉത്തരം ശരിയാണോ എന്ന് നോക്കാൻ ബാക്കിൽ ആൻസർ കീ ഉണ്ടാവും. അപ്പോൾ ഒരു ഗൈഡ് വാങ്ങിച്ച് പഠിക്കുമ്പോൾ നിങ്ങൾ തിയറിറ്റിക്കൽ ആസ്പെക്ട്സും പ്രാക്ടിക്കൽ ആസ്പെക്ട്സും കൃത്യമായി മനസ്സിലാക്കും. ഒരു ഗൈഡ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ഗൈഡിലേക്ക് വരുമ്പോൾ തന്നെ ഇപ്പോഴത്തെ ഈ ഒരു വർഷത്തെ പ്രാധാന്യം ഞാൻ മുന്നേ വീഡിയോകളിൽ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ്. പുതിയ നിയമങ്ങളടക്കം മാറി വന്നിട്ടുണ്ട് അല്ലേ. നമുക്ക് IPCക്ക് പകരം ഭാരതീയ ന്യായ സംഹിത, CRPCക്ക് പകരം ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത, എവിഡൻസ് ആക്ടിന് പകരം BSA. ഈ 3 നിയമങ്ങളിൽ നിന്നും ചോദ്യങ്ങൾ വരാനൊരു സാധ്യത ഈ വർഷം കാണുന്നുള്ളതുകൊണ്ട് വളരെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു ഗൈഡ് തന്നെ നിങ്ങൾ റെഫർ ചെയ്യണം. അത്തരത്തിൽ നിങ്ങൾക്ക് ജോബ് സെക്യൂറെ സംബന്ധിച്ചിടത്തോളം, ഇപ്പോൾ ഞങ്ങൾ പറയുകയാണെങ്കിൽ ഞങ്ങളെ മക്കൾക്ക് ഞങ്ങൾ ഓഫർ ചെയ്യുന്നതാണ് ഞങ്ങളുടെ സെക്കൻഡ് എഡിഷൻ്റെ ജോബ് സെക്യൂറ ഗൈഡ്. ഈ ഗൈഡിലാണെങ്കിൽ പുതിയ ക്രിമിനൽ ലോസും അപ്ഡേറ്റഡ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് കാര്യങ്ങൾ ഇതിൽ കൃത്യമായിട്ട് ഉണ്ട്. അപ്പോൾ പഠിക്കുന്ന ഒരു ആസ്പിരൻറ്റിനെ സംബന്ധിച്ചിടത്തോളം IPC ആണെങ്കിലും CRPC ആണെങ്കിലും എവിഡൻസ് ആക്ട് ആണെങ്കിലും അതിൻ്റെ മാറി വന്ന നിയമങ്ങളിൽ എന്തൊക്കെയാണ് മാറ്റങ്ങൾ എന്നുള്ളത് ഈ ഗൈഡ് നോക്കിയാൽ മനസ്സിലാവും. ഇനിയിപ്പോൾ ഇംഗ്ലീഷിലേക്ക് വരികയാണെങ്കിൽ തന്നെ ഒരുപാട് പ്രാക്ടീസ് ഏരിയയിൽ വരുമ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻസ്, ഈ ക്വസ്റ്റ്യൻസൊക്കെ അതാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ഏതെങ്കിലും ഒരു ഗൈഡ് വാങ്ങി പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇത് മുൻവർഷത്തെ ചോദ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയ ഗൈഡാണോ എന്നുള്ളത് നോക്കുക വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ജോബ് സെക്യൂർ ടീം ഉണ്ടാക്കിയ ഞങ്ങളുടെ ഗൈഡ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ മക്കൾക്ക് കൊടുക്കുന്ന സമയത്ത് അവിടെ ഞങ്ങൾ ആ കാര്യത്തിൽ കൃത്യമായിട്ട് എൻഷുർ ചെയ്തിട്ടുണ്ട്. കാര്യം മുൻ വർഷങ്ങളുടെ ചോദ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഞങ്ങൾ ജോബ് സെക്യൂരിറ്റിയുടെ ഗൈഡ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിലൊരു ഗൈഡ് നിങ്ങളുടെ പ്രിപ്പറേഷന് നിങ്ങൾക്ക് വളരെ പ്രാധാന്യമുള്ളതാണ്, ആവശ്യമുള്ളതാണ്. അപ്പോൾ ജോബ് സെക്യൂരിറ്റിയുടെ ഗൈഡിൻ്റെ ഒരു വലിയ ഫീച്ചർ തന്നെയായിരുന്നു ബുക്ക് വിത്ത് വീഡിയോ ലെക്ചേഴ്സ് എന്നുള്ളത്. ഞങ്ങളുടെ പുസ്തകം വാങ്ങിച്ചിട്ട് QR കോഡ് സ്കാൻ ചെയ്യുന്ന ഒരാൾക്ക് ക്ലാസ്സുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളെക്കുറിച്ച് പറയുന്ന വീഡിയോ ലെക്ചേഴ്സും അവൈലബിൾ ആയിരുന്നു. അവിടെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ വാങ്ങിക്കുന്ന സ്റ്റഡി മെറ്റീരിയലിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടോ എന്നുള്ളത് നോക്കണം. കാര്യം അപ്പോഴേ നിങ്ങൾ ഈ വാങ്ങിച്ച ഗൈഡ് കൊണ്ട് നിങ്ങൾക്കൊരു ഉപകാരം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരു മേജർ സബ്ജക്റ്റ് മെറ്റീരിയൽ എന്നുള്ള നിലയ്ക്ക്, സ്റ്റഡി മെറ്റീരിയൽ എന്നുള്ള നിലയ്ക്ക് എപ്പോഴും ഒരാളുടെ കയ്യിൽ ഒരു പ്രൈമറി മെറ്റീരിയലായിട്ട് ഒരു ഗൈഡ് നിർബന്ധമായിട്ടും ഉണ്ടാവണം. അതിന് നിങ്ങൾക്ക് ജോബ് സെക്യൂരിറ്റിയുടെ ഗൈഡ് ഉപയോഗിക്കാവുന്നതാണ്. അത് ആമസോണിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ആമസോണിൽ ജോബ് സെക്യൂർ LLB എൻട്രൻസ് ഗൈഡ് എന്ന് സെർച്ച് ചെയ്യുമ്പോൾ തന്നെ ആ ഗൈഡ് വാങ്ങി നിങ്ങളുടെ പ്രിപ്പറേഷനിൽ ജോബ് സെക്യൂരിറ്റി നിങ്ങളോടൊപ്പം കൂട്ടാവുന്നതാണ്. അപ്പോൾ നമ്മളൊരു പ്രൈമറി മെറ്റീരിയൽ, നമുക്കൊരു ഗൈഡ് പോലുള്ള ഒരു പ്രൈമറി മെറ്റീരിയൽ സ്റ്റഡി മെറ്റീരിയലായിട്ട് വേണം എന്ന് ഞാൻ പറഞ്ഞു. ഇനി സെക്കൻഡറി മെറ്റീരിയലുകളായിട്ട് നമുക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് വർക്ക് ബുക്കുകൾ ഉണ്ടാവുന്നത് വളരെ നല്ലതാണ്. വർക്ക് ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുൻ വർഷങ്ങളിൽ വന്ന ചോദ്യങ്ങളെ ഏറ്റവും അധികം ഉൾപ്പെടുത്തിയിട്ടുള്ള, അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിനെ എക്സസൈസുകളായിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ള നിങ്ങൾക്ക് വർക്ക് ചെയ്യാനുള്ള ബുക്ക്, അത്തരത്തിൽ തന്നെ ചോദ്യങ്ങളുമായിട്ട് നിങ്ങൾ നിരന്തരം എക്സ്പോസ്ഡ് ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു മെറ്റീരിയൽ എന്നോണം വർക്ക് ബുക്സ്
വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങളുടെ പ്രിപ്പറേഷനിൽ. ഇപ്പോൾ ഞങ്ങളുടെ ഇത്ര വർഷത്തെ ഒരു എക്സ്പീരിയൻസിൻ്റെ അടിസ്ഥാനത്തിൽ പറയുമ്പോൾ ഞങ്ങളുടെ മക്കൾക്ക് ഈ വർക്ക് ബുക്ക് ചെയ്യുന്നതാണ് ഗൈഡിനോടൊപ്പം തന്നെ വർക്ക് ബുക്ക് ചെയ്യുമ്പോൾ അവർക്ക് കൃത്യമായിട്ട് മുൻ വർഷത്തെ ചോദ്യങ്ങളിലൂടെ അവർ കയറി ഇറങ്ങി പോവുകയാണ്. അത് അവർ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ ഞങ്ങൾ അത്തരത്തിൽ നമ്മുടെ മക്കൾക്ക് കൊടുക്കുന്നതാണ് ഇംഗ്ലീഷിൻ്റെ ഒരു വർക്ക് ബുക്കും, ലീഗൽ ആപ്റ്റിറ്റ്യൂഡിൻ്റെ വർക്ക് ബുക്കും, പിന്നെ ലോജിക്കൽ റീസണിങ് GK എന്നിവയുടെ വർക്ക് ബുക്കും. ഈ 3 വർക്ക് ബുക്കിലൂടെ ഒരു ആസ്പിരൻറ്റ് കയറി ഇറങ്ങിപ്പോയാൽ തന്നെ ഒരുവിധം വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ, ഇപ്പോൾ ഇതൊക്കെ അപ്ഡേറ്റഡ് ആണല്ലോ, പുതിയതാണല്ലോ, ഒരുവിധം വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളൊക്കെ അവൻ കാണും, അവൻ്റെ കണ്ണിലൂടെ പോകും. പിന്നെ ഇത് എക്സാമിന് കാണുമ്പോൾ ഇത് ഞാൻ വർക്ക് ബുക്കിൽ ചെയ്തതാണല്ലോ. കാര്യം എത്ര അല്ല എന്ന് പറഞ്ഞാലും മുൻ വർഷത്തെ ചോദ്യങ്ങൾ റെഫറൻസിന് ഫാക്ടൽ ക്വസ്റ്റ്യൻ ഇടുന്ന ആൾക്കത് കൊടുക്കുമല്ലോ. അപ്പോൾ അയാൾ അതിനുള്ള ചോദ്യങ്ങളും അതിൽ നിന്ന് ഓപ്ഷൻസും ഒക്കെ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഒരിക്കലും പഴയ ചോദ്യങ്ങൾ ചോദിക്കില്ല എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ എത്രയോ വർഷങ്ങളിൽ മുൻ വർഷത്തെ ചോദ്യങ്ങൾ കണ്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ ചോദ്യം അതേപടി ചോദിച്ചിട്ടില്ലെങ്കിലും വർക്ക് ബുക്കിലൂടെ കയറി ഇറങ്ങി പോകുന്ന ഒരാൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും ഏതൊക്കെ ഏരിയയിൽ നിന്നാണ് എങ്ങനെയൊക്കെയാണ് ഈ ചോദ്യങ്ങൾ വരുന്നത് എന്നുള്ളത് പിടിക്കാൻ പറ്റും. അപ്പോൾ കൃത്യമായിട്ട് വർക്ക് ബുക്കുകൾ 3 ചെയ്തു പോകുന്ന ഒരു കുട്ടിക്ക് അത് വലിയൊരു ഉപകാരമാകും. അയാളുടെ പ്രിപ്പറേഷൻ ഒന്നുകൂടി സ്ട്രോങ്ങും ഷാർപ്പുമാവാൻ വർക്ക് ബുക്കുകൾ നിങ്ങളെ സഹായിക്കും. അപ്പോൾ സെക്കൻഡറി മെറ്റീരിയലുകളായിട്ട് ഇത്തരത്തിലുള്ള മെറ്റീരിയലുകൾ ഉണ്ടാകുന്നത് നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമാകും. പിന്നെ കമൻറ്റ് ബോക്സിൽ ഒരുപാട് പേര് നമ്മളടുത്ത് ചോദിക്കുന്നുണ്ട് ജോബ് സെക്യൂരിറ്റിയുടെ വർക്ക് ബുക്ക് പുറത്തുള്ള ആളുകൾക്ക് അവൈലബിൾ ആണോ എന്നുള്ളത്. അല്ല, അത് ഇൻഫാക്ട് ഞങ്ങളുടെ എക്സ്ക്ലൂസീവ് മെറ്റീരിയലാണ്. നമ്മളെ മക്കൾക്ക് ഇവിടെ ക്ലാസ് റൂമുകളിൽ പ്രാക്ടീസ് ചെയ്യാനും ഓൺലൈൻ ബാച്ചിലുള്ള മക്കൾക്ക് മാത്രം കൊടുക്കുന്ന ഒന്നാണ്. പുറത്തുള്ള ആളുകൾക്ക് അത് അവൈലബിൾ അല്ല. പക്ഷേ ഈ മെറ്റീരിയലുകൾ നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യാം. ഞങ്ങളുടെ പുതിയ ബാച്ചിലേക്കുള്ള അഡ്മിഷൻസ് ഇപ്പോഴും ഓപ്പൺ ആണ്. അഡ്മിഷൻസ് നിങ്ങൾക്ക് എടുക്കാം. ഓൺലൈനിലേക്കാണെങ്കിലും ഓഫ്ലൈനിലേക്കാണെങ്കിലും നിങ്ങൾക്ക് അഡ്മിഷൻസ് എടുക്കാം. അഡ്മിഷൻസിനായിട്ട് നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഞങ്ങളുടെ ക്രാഷിൻ്റെ ഓൺലൈൻ ബാച്ചിലേക്കും ഓഫ്ലൈൻ ബാച്ചിലേക്കും കൊടുക്കാം. ജോബ് സെക്യൂരിറ്റിയോടൊപ്പം പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ഈ മെറ്റീരിയലുകളൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാം. പക്ഷേ ഈ ബുക്ക് മാത്രമാണ് നിങ്ങൾക്ക് അവൈലബിൾ അല്ലാത്തതുള്ളൂ. ജോബ് സെക്യൂരിറ്റിയുടെ ഗൈഡ് ആമസോണിൽ പുറത്തുള്ള ഏതൊരാൾക്കും ആമസോൺ വഴി നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി ജോബ് സെക്യൂരിറ്റിയുടെ പ്രൈമറി മെറ്റീരിയൽ ആയിട്ടുള്ളൊരു ഗൈഡും വർക്ക് ബുക്കുകളും. ഇനി നമുക്ക് ആവശ്യം എല്ലാ മത്സര പരീക്ഷകളിലും ഇപ്പോൾ ലീഗലും ഇംഗ്ലീഷും മെൻ്റലബിലിറ്റിയും ഒക്കെ ഉണ്ടെങ്കിലും നമുക്കൊക്കെ അറിയാം നമ്മുടെ കറണ്ട് അഫയേഴ്സിൻ്റെ ഏരിയയും GK കറണ്ട് അഫയേഴ്സിൻ്റെ ഏരിയ പൊതുവിൽ നമ്മുടെ മക്കളൊക്കെ വീക്കായിരിക്കും. കാര്യം എന്താ വെച്ചാൽ പത്രം വായന പ്രോപ്പറായിട്ടില്ല. അങ്ങനെ അത് കാരണം നമ്മളത് ആ രീതിയിൽ ആലോചിക്കുന്നില്ലല്ലോ. നമ്മളെന്നും പത്രം വായിക്കുന്ന ആളുകളായിരിക്കും ഒരു പക്ഷേ ഇത് നാളെ എക്സാമിന് ചോദ്യമായി വരുമെന്നും ഇതിലൊരു ചോദ്യത്തിൻ്റെ സ്കോപ്പ് ഉണ്ടും എന്ന് മനസ്സിലാക്കിയിട്ടൊരു പഠനം നമ്മൾ നടത്തുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ GK കറണ്ട് അഫയേഴ്സ് ഏരിയ സാമാന്യ നിലയ്ക്ക് ഏതൊരു കുട്ടിയുടെയും കാര്യം ഇത്ര വർഷമായിട്ട് പഠിപ്പിക്കുന്നതുകൊണ്ട് ഞാൻ പറയുന്നതാണ്. പല മക്കളും നമ്മളടുത്ത് വന്ന് നമ്മൾ മുന്നിലിരിക്കുന്ന സമയത്ത് നമ്മൾ ചോദിക്കുമ്പോൾ പോലും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും ആ മക്കൾക്ക് അറിയാറുണ്ടാവില്ല. അപ്പോൾ എല്ലാ എൻട്രൻസ് എക്സാമിലെയും ഡിസ്റ്റിങ്വിഷിംഗ് ഫാക്ടർ എന്ന് നമുക്ക് കണക്കാക്കാവുന്ന GK കറണ്ട് അഫയേഴ്സ് ആണ്. ഈ GK കറണ്ട് അഫയേഴ്സിൽ ഒരു പ്രോപ്പർ പ്രിപ്പറേഷൻ ഇല്ലെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രോപ്പർ പ്രിപ്പറേഷൻ ഉണ്ടെങ്കിൽ നിങ്ങളുടെ സ്കോർ നന്നായി മുകളിലേക്ക് വരാൻ, ഇല്ല എങ്കിൽ നിങ്ങളുടെ സ്കോർ താഴേക്ക് വരാനും ഒരു സാധ്യതയുണ്ട്. അവിടെയാണ് ഞങ്ങളുടെ മക്കൾക്ക് ഞങ്ങളുടെ GK ഡൈജസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. GK ഡൈജസ്റ്റ് പഠിക്കുമ്പോഴുള്ളൊരു ഗുണം ഒരു മാസം നടന്ന എല്ലാ പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചിട്ടും ചോദ്യമായി വരാൻ സാധ്യതയുള്ള എല്ലാ ആസ്പെക്ട്സിനെ കുറിച്ചിട്ടും അത് ഞങ്ങളുടെ മക്കൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ GK ഡൈജസ്റ്റ് ഞങ്ങളുടെ സ്റ്റുഡൻസിന് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. പക്ഷേ ഈ GK ഡൈജസ്റ്റ് പഠിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഏതൊക്കെ ഏരിയയിൽ നിന്നാണ് ചോദ്യങ്ങൾ വരാൻ സാധ്യത, ഈ വർഷത്തെ ഈ എൻട്രൻസിന് പ്രധാനപ്പെട്ടത് എന്ത് എന്നുള്ളത് നിങ്ങൾക്ക് മാർക്ക് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങളുടെ പ്രിപ്പറേഷൻസിന് നിങ്ങൾക്ക്, അല്ലാതെ നമ്മളിപ്പോൾ കഴിഞ്ഞ വർഷം നടന്ന എല്ലാ കാര്യങ്ങളും പഠിക്കുക എന്നുള്ളതല്ല ഒരു ആസ്പിരൻ്റ് കൃത്യമായിട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഈ GK ഡൈജസ്റ്റ് ഒരു നിങ്ങളുടെ ഗൈഡിനും വർക്ക് ബുക്കുകൾക്കൊക്കെ പുറമെ റെഫർ ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട മറ്റൊരു മെറ്റീരിയലാണ്. ഏതൊരു എക്സാമിനും നമ്മൾ തയ്യാറെടുക്കുന്ന സമയത്ത് നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചു എന്നുള്ളതുകൊണ്ട് മാത്രം കാര്യമില്ല. നമ്മൾ ആ എക്സാം എങ്ങനെ അറ്റൻഡ് ചെയ്യുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. അവിടെയാണ് ഈ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിൻ്റെ ഒരു വലിയ കളി നിൽക്കുന്നത്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, ഒക്കെ റെഡി, നിങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടാവും, നിങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ഒരു പ്രാക്ടീസ് ടെസ്റ്റ് പോലും നിങ്ങൾ എടുത്തിട്ടുണ്ടാവില്ല. നിങ്ങൾ ആദ്യമായിട്ട് അന്നായിരിക്കും സിസ്റ്റം കാണും. അപ്പോൾ നിങ്ങൾ ആകെ പാനിക്കാവും. നിങ്ങൾക്ക് അറിയുമെങ്കിൽ പോലും ഉത്തരങ്ങൾ തെറ്റിപ്പോകാനുള്ള സാധ്യതയുണ്ട്. എങ്ങനെ മാർക്ക് ചെയ്യണമെന്ന് അറിയില്ല. കാര്യം നിങ്ങൾക്ക് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഇല്ല. അവിടെ ജോബ് സെക്യൂരിറ്റിയുടെ മക്കൾക്ക് നമ്മളെപ്പോഴും ഞങ്ങളുടെ ലോമിനൻസിൻ്റെ ആപ്പ് വഴിയാണ് ടെസ്റ്റുകൾ കൊടുക്കാറുള്ളത്. ലോമിനൻസിൻ്റെ ഇൻ്റർഫേസ് ക്ലീയുടെ ഇൻ്റർഫേസുമായിട്ട് മുൻ വർഷങ്ങളുടേത് മാത്രമാണ് കേട്ടോ ഞാൻ പറയുന്നത്. ഈ വർഷം ഇനിയിപ്പോൾ ഇൻ്റർഫേസ് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ എനിക്കറിയില്ല. പക്ഷേ മുൻ വർഷങ്ങളിൽ ഞങ്ങളുടെ അതേ ഇൻ്റർഫേസ് ഇവരെല്ലാവരും ഫോളോ ചെയ്യുന്നത് ഒരേ ഇൻ്റർഫേസാണ്. ഇതേ ഇൻ്റർഫേസാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ക്ലീയുടെ പരീക്ഷ എഴുതാൻ പോകുന്ന കുട്ടി, അതിപ്പോൾ LLBയുടെ ആണെങ്കിലും LLMൻ്റെ ആണെങ്കിലും ഞങ്ങളുടെ ആപ്പ് വഴി ടെസ്റ്റുകൾ എടുത്തു കഴിഞ്ഞാലുള്ള ഗുണം എക്സാമിൻ്റെ മുന്നേ തന്നെ അയാൾക്ക് എന്ത് അറിയാൻ പറ്റും, എങ്ങനെയാണ് കമ്പ്യൂട്ടർ ഇൻ്റർഫേസ് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ
ടെസ്റ്റുകൾ എടുക്കുക വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അവിടെ ഞങ്ങൾ പുറത്തുള്ള ആളുകളാണെങ്കിൽ പോലും ലോമിനൻസിൻ്റെ വെബ്സൈറ്റിൽ നിങ്ങൾ കയറി കഴിഞ്ഞാൽ ഞങ്ങൾ അവിടെ മോക്ക് ടെസ്റ്റ് പ്രോഡക്റ്റുകൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ കുസാറ്റിന് നമ്മുടെ മോക്ക് ടെസ്റ്റ് പ്രോഡക്റ്റ് അവൈലബിൾ ആയിരുന്നു. ഒരുപാട് മക്കൾ പുറത്തുള്ള ആളുകൾ നമ്മളടുത്ത് ആ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്തിട്ട് അവർക്കത് ഭയങ്കര ഹെൽപ്പായെന്ന് പറഞ്ഞു. കാര്യം ഞങ്ങളെ മോക്ക് ടെസ്റ്റ് കൃത്യമായി ഇത്തവണ കുസാറ്റിൻ്റെ പാറ്റേണിനോട് ചേർന്ന് നിൽക്കുന്നതായിരുന്നു. അതുകൊണ്ടാണ് ആ മക്കൾ അങ്ങനെ പറഞ്ഞത്. കാര്യം എന്താ വെച്ചാൽ, അപ്പോൾ ഞാൻ അന്നേ പറഞ്ഞിരുന്നു BNS എന്നൊക്കെ ഒരു ചോദ്യമേ വരുള്ളൂ. കറക്റ്റ് നമ്മളെ മോക്ക് ടെസ്റ്റുകളിലും ഓരോ ടെസ്റ്റിലും ഒരു ചോദ്യമേ ഉള്ളൂ, ഒറ്റ ക്വസ്റ്റ്യനേ ഉണ്ടായിരുന്നുള്ളൂ. അത് തന്നെയാണ് യഥാർത്ഥത്തിലും വന്നത്. കോൺസ്റ്റിറ്റ്യൂഷൻ ക്വസ്റ്റ്യൻസ് കൂടുതൽ വരുമെന്ന് പറഞ്ഞു, അങ്ങനെ തന്നെ വന്നു. പിന്നെ ഇംഗ്ലീഷിൻ്റെ ഏരിയയിൽ കുറച്ച് മുറുക്കം ഉണ്ടാകുന്നു. നമ്മളെ ടെസ്റ്റുകളിലും അങ്ങനെ തന്നെ ക്വസ്റ്റ്യൻ സെറ്റ് ചെയ്ത് അത് അങ്ങനെ തന്നെ വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ, അത്തരത്തിൽ നമ്മൾ തയ്യാറാക്കിയ മോക്ക് ടെസ്റ്റുകളുടെ പ്രോഡക്റ്റുകളൊക്കെ അവിടെ അവൈലബിൾ ആണ്. ആ ലീഗൽ ക്വസ്റ്റ്യൻസും GK ക്വസ്റ്റ്യൻസും ഒക്കെ നിങ്ങൾക്ക് ഈ വർഷം വളരെ റിലവൻ്റ് ആണ്. അപ്പോൾ ഇത്തരത്തിൽ മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ, ലോമിനൻസിൻ്റെ വെബ്സൈറ്റിൽ കയറി മോക്ക് ടെസ്റ്റ് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കത് എന്ത് ചെയ്യാം, നിങ്ങളുടെ പ്രാക്ടീസിന് വേണ്ടിയിട്ട് നിങ്ങൾക്കത് ഉപയോഗിക്കാം. അപ്പോൾ ടെസ്റ്റ് എടുക്കുക പ്രധാനപ്പെട്ടതാണ്. പിന്നെ വെബ്സൈറ്റ് റെഫറൻസുകളിലേക്ക് വരുമ്പോൾ, ഇപ്പോൾ കേസ് ലോകൾക്കൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ലോഭൂമി പോലത്തെ വെബ്സൈറ്റ്സ് റെഫർ ചെയ്യാം, ലീഗൽ സർവീസസ് ഇന്ത്യ റെഫർ ചെയ്യാം. പിന്നെ പുതിയ അപ്ഡേറ്റഡ് ആയിട്ട് രാജ്യത്ത് നടക്കുന്ന ലീഗൽ അപ്ഡേറ്റ്സിനെ കുറിച്ച് അറിയാൻ ലൈവ് ലോയും അതുപോലെ ബാർ ബെഞ്ച് പോലുള്ള വെബ്സൈറ്റ്സ് നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ പറ്റും. പക്ഷേ ഇവിടെയൊക്കെ വെബ്സൈറ്റുകൾ ഒരുപാട് റെഫർ ചെയ്ത് ഒരുപാട് സമയം നിങ്ങൾ അങ്ങനെ കളയാതെ കൃത്യമായിട്ട് ടെസ്റ്റുകൾ വരുന്ന വെബ്സൈറ്റുകളും ചോദ്യങ്ങൾ വരുന്ന വെബ്സൈറ്റുകളും റെഫർ ചെയ്ത് അങ്ങനെ നിങ്ങളുടെ പ്രിപ്പറേഷനെ എന്താ പറയുക സ്ട്രീം ലൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിച്ചത് ഏതൊക്കെ സ്റ്റഡി മെറ്റീരിയലുകളാണ് നിങ്ങളുടെ എൻട്രൻസ് പ്രിപ്പറേഷന് വേണ്ടിയിട്ട് നിങ്ങൾ തയ്യാറെടുക്കുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ സ്റ്റഡി മെറ്റീരിയൽസാണ് വേണ്ടത് എന്നാണ്. അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞു, ഗൈഡ്, വർക്ക് ബുക്ക്, അതുപോലെ ടെസ്റ്റുകൾ, ഡയജസ്റ്റുകൾ, പിന്നെ വെബ്സൈറ്റ് റെഫറൻസുകളൊക്കെയാണ് നിങ്ങളുടെ ഒരു പ്രിപ്പറേഷന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ളത്. ഇവിടെ എന്നെ ഇപ്പോൾ കേൾക്കുന്ന ഏതെങ്കിലും ഒരാൾക്ക് ഒരു നല്ല ഗൈഡൻസും ഒരു റൈറ്റ് കോച്ചിന് നിങ്ങൾക്ക് ആവശ്യമാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലോമിനൻസ് ജോബ് സെക്യൂറെ ബന്ധപ്പെടാം. ഞങ്ങളുടെ ക്രാഷ് കോഴ്സിലേക്കുള്ള അഡ്മിഷൻസ് ഇപ്പോഴും ഓപ്പൺ ആണ്. ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഇപ്പോഴും കുട്ടികൾ അഡ്മിഷൻസ് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത്തരത്തിൽ ആർക്കെങ്കിലും അങ്ങനെ ഒരു ഗൈഡിൻ്റെ സഹായത്തോടു കൂടി, ഒരു കോച്ചിൻ്റെ സഹായത്തോടു കൂടി കേരളത്തിലെ തന്നെ ബെസ്റ്റ് ലോ എൻട്രൻസ് കോച്ചസിനോടൊപ്പം പഠിക്കണം എന്നൊരാഗ്രഹം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലോമിനൻസ് ജോബ് സെക്യൂറെ ബന്ധപ്പെടുന്നതിനായി താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. ഞാൻ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഞങ്ങളെ ക്രാഷ് കോഴ്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ ഉള്ള ലിങ്ക് ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരിക്കൽ കൂടി ഞാൻ പറയട്ടെ, നിങ്ങൾ ജോബ് സെക്യൂറിയുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഞങ്ങളുടെ യൂട്യൂബ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോയുമായിട്ട് അടുത്ത തവണ കാണാം. താങ്ക് യു.